ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ പ്രവചനങ്ങളെ അടിയോടെ തെറ്റിച്ചുകൊണ്ട് ഗ്രീൻലൻഡിൽ മഞ്ഞുപാളികൾ അതിവേഗം ഉരുകിത്തീരുന്നതായി ഉപഗ്രഹ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം ഏകദേശം 1050 കോടി ടൺ മഞ്ഞാണ് ഗ്രീൻലൻഡിൽ നിന്നും നഷ്ടമായത്. ഇതിനു പുറമെ മഞ്ഞുപാളികൾക്ക് മുകളിൽ ചാരനിറത്തിലുള്ള കരിയും പൊടിയും പടരുന്ന ആൽബിഡോ പ്രതിഭാസം ഉരുകലിന്റെ വേഗത ഇരട്ടിയാക്കുന്നതായും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. അന്റാർട്ടിക്ക കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുപാളിയുള്ള ഗ്രീൻലൻഡിൽ കഴിഞ്ഞ വർഷത്തെ വേനൽക്കാലത്താണ് അസാധാരണമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. ജൂലൈ മാസത്തിലുണ്ടായ കനത്ത ചൂടിൽ തുടർച്ചയായ 3 ദിവസം കൊണ്ട് മഞ്ഞുപാളിയുടെ 81.2% ഭാഗവും ഉരുകിയൊലിച്ചു. 1981 ശേഷമുള്ള ഉപഗ്രഹ നിരീക്ഷണ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ടെക്സസ് സംസ്ഥാനത്തിന്റെ 2 ഇരട്ടി വലിപ്പമുള്ള കൂറ്റൻ മഞ്ഞുപാളിയാണ് ഒരേ സമയം ഉരുകി നശിച്ചത്. സാധാരണയായി ഓഗസ്റ്റ് മാസത്തോടെ അവസാനിക്കാറുള്ള വേനൽക്കാല ഉരുകൽ കഴിഞ്ഞ വർഷങ്ങളിൽ സെപ്റ്റംബർ മാസം വരെ നീണ്ടുനിന്നു. തെക്കൻ ഗ്രീൻലൻഡിൽ വസന്തകാലത്തിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ മഞ്ഞുരുകാൻ തുടങ്ങിയത് കടൽമാർഗമുള്ള ഗതാഗതത്തെയും പ്രാദേശിക വേട്ടക്കാരായ ഇനുയിറ്റ് ജനവിഭാഗത്തിന്റെ ജീവിതത്തെയും സാരമായി ബാധിച്ചു. മുൻകൂട്ടി കടൽമഞ്ഞ് ഉരുകിയതോടെ പരമ്പരാഗതമായി നടത്തിവന്നിരുന്ന നാവാൾ തിമിംഗലവേട്ട പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ആരംഭിക്കേണ്ടി വന്നു. ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്ത ശാസ്ത്രജ്ഞരെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് മഞ്ഞുപാളിക്ക് മുകളിലുണ്ടായ കറുപ്പും ചാരനിറവുമുള്ള കലർപ്പാണ്. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലുണ്ടായ കനത്ത കാട്ടുതീയിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന കരിയും കറുത്ത കാർബണും വടക്ക് പടിഞ്ഞാറൻ കാറ്റിലൂടെ ആർട്ടിക് മേഖലയിൽ എത്തിച്ചേരുകയായിരുന്നു. ഇത് വെള്ള നിറത്തിലുള്ള മഞ്ഞിന് മുകളിൽ പടരുകയും അന്തരീക്ഷത്തിലെ ചൂട് കൂടുതൽ ആഗിരണം ചെയ്യാൻ ഇടയാക്കുകയും ചെയ്തു. വെള്ള നിറത്തിലുള്ള മഞ്ഞുപാളികൾ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിച്ച് തിരിച്ചയക്കുന്നതാണ് ആർട്ടിക് മേഖലയിലെ ചൂട് ക്രമീകരിക്കുന്നത്. എന്നാൽ ഉപരിതലം കറുപ്പ് നിറമാകുന്നതോടെ സൂര്യപ്രകാശം പ്രതിഫലിക്കുന്നതിന് പകരം മഞ്ഞുപാളികൾ കൂടുതൽ ചൂട് ആഗിരണം ചെയ്യുകയും ഉരുകലിന്റെ വേഗത വർദ്ധിക്കുകയും ചെയ്യുന്നു. ആൽബിഡോ പ്രക്രിയ എന്നറിയപ്പെടുന്ന ഈ പ്രവർത്തനം ഒരിക്കൽ ആരംഭിച്ചാൽ സ്വയം ശക്തി പ്രാപിക്കുന്ന ഒന്നാണെന്നും ഇതിനെ തടയുക പ്രയാസമാണെന്നും കാലാവസ്ഥാ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. ഗ്രീൻലൻഡിൽ മഞ്ഞുരുകൽ ആരംഭിച്ചിട്ട് തുടർച്ചയായി 30 വർഷത്തോടടുക്കുകയാണ്. 1995-96 കാലഘട്ടത്തിലാണ് ഇതിനു മുൻപ് ഗ്രീൻലൻഡിൽ മഞ്ഞിന്റെ അളവിൽ ചെറിയ രീതിയിലെങ്കിലും വർധനവ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഇതുവരെ ഒരു വർഷം പോലും മഞ്ഞിന്റെ വിസ്തൃതി വർദ്ധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഓരോ വർഷവും മുൻ വർഷത്തേക്കാൾ വേഗത്തിൽ ഇത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. തീവ്രമായ മഞ്ഞുരുകൽ സംഭവങ്ങൾ മുൻപത്തേക്കാൾ കൂടെ സംഭവിക്കുന്നുണ്ടെന്നും ഇവയുടെ വ്യാപ്തി വർദ്ധിച്ചു വരികയാണെന്നും പ്രമുഖ ശാസ്ത്രമാസികയായ നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച പഠനത്തിലും പറയുന്നു. ഇത്തരത്തിൽ 7 പ്രമുഖ ദുരന്ത സംഭവങ്ങളും 2000 ആണ്ടിന് ശേഷമാണ് ഉണ്ടായത്. എന്നാൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പൂർണ്ണമായ ഭൗതിക പ്രതിഭാസങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഗ്രീൻലൻഡിൽ നിന്നും ഉരുകിയൊലിക്കുന്ന കനത്ത തണുത്ത ശുദ്ധജലം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ നീരൊഴുക്കുകളെയും സാരമായി ബാധിക്കുന്നുണ്ട്. ഇത് അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലെ ശീതകാല കാലാവസ്ഥയെ വരെ അട്ടിമറിക്കുന്ന രീതിയിലും മാറിയിട്ടുണ്ട്. നിലവിലുള്ള കാലാവസ്ഥാ പ്രവചന മാതൃകകൾ കണക്കാക്കുന്നതിനേക്കാൾ എത്രയോ വേഗത്തിലാണ് ആഗോളതലത്തിൽ ഈ മാറ്റങ്ങൾ പ്രതിഫലിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ ഏറ്റവും ഉയർന്ന നാശനഷ്ടം രേഖപ്പെടുത്തിയ വർഷമല്ല എന്നത് നേരിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. 47 വർഷത്തെ ഉപഗ്രഹ ചരിത്രത്തിൽ ഇതിനേക്കാൾ കനത്ത മഞ്ഞുരുകൽ രേഖപ്പെടുത്തിയ വർഷങ്ങളുണ്ട്. ഇതിനർത്ഥം പ്രകൃതിയുടെ ഈ സംവിധാനം പൂർണ്ണമായും തിരിച്ചുവരാൻ കഴിയാത്ത വിധം തകർന്നിട്ടില്ല എന്നതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസം.